ഒരു 5 ദിവസം മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്ക് വന്ന കമൻറ്റ് ഞാൻ വായിച്ചു തരാം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊരു ചൊല്ലുണ്ട്. അല്ലാതെ സ്വന്തം ഇഷ്ടമെല്ലാം സബ് കോൺഷ്യസ് വഴി നേടിയെടുക്കുന്നത് പിന്നെ മിക്കവാറും കടം കയറി മുടിയും. ഇതാണ് കമൻറ്റ്. കംപ്ലീറ്റ് ആയിട്ടുള്ള കമൻറ്റ് ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ കമൻറ്റിന് ഞാൻ കൊടുത്ത റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോ വാച്ചർ, സത്യമാണ്, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ബട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, എക്സാക്ട്ലി ഈ കൊക്കിൻ്റെ വലുപ്പം, അതായത് കൊക്കിൻ്റെ ഒതുക്കം നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. നമ്മളാണത് തീരുമാനിക്കുന്നത്. ഇനി ഒരു സത്യം പറഞ്ഞു തരാം. ഒരുപാട് പേര് എൻ്റെ കൊക്കിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പണിയെടുക്കാൻ മടിച്ച് ഉള്ളതും കെട്ടിപ്പിടിച്ച് അതിജീവിക്കും. നോട്ട് ദ പോയിന്റ്, ജീവിക്കും എന്നതല്ല, അതിജീവിക്കും. ഇനി നമ്മുടെ മുൻകഴിഞ്ഞ ഒരുപാട് ആളുകളെ ചരിത്രം എടുക്കൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ APJ അബ്ദുൽ കലാം സാർ, യൂസുഫ് അലി സാർ, ഇവരെല്ലാം ജന്മന വലിയ കൊക്കും കൊണ്ട് ജനിച്ചവർ അല്ല. അവർ പണിയെടുത്ത് അവരുടെ കൊക്ക് വലുതാക്കി ശേഷം അവരുടെ ചുറ്റും ഉള്ള മനുഷ്യരിലേക്ക് കൂടി അവരുടെ കൊക്കിൽ നിന്നും അറിവും വെളിച്ചവും സഹായവും നൽകി. ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം ആൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് പൊതുവേ നമ്മളെ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഓൾറെഡി നമുക്ക് വന്നൊരു കമൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ കമൻ്റായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇത് നമ്മൾ ഒരുപാട് വാച്ചേഴ്സിനുള്ളൊരു ഡൗട്ടാണ്, നമ്മളിങ്ങനെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാ പോരെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ടോപ്പിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ മസ്റ്റായിട്ട് കാണുക. നിങ്ങളൊരു ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒന്ന് പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കമൻറ്റ് അദ്ദേഹം ഇടാനുള്ള ഒരു റീസൺ? മേ ബി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൽ ഫെയിലിയർ ആയിട്ടുണ്ടാവും. ഈ ഫെയിലിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുപ്പകാലം മുതലേ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ മുമ്പ് കേട്ടൊരു സ്റ്റോറി ഉണ്ട്. കഥ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ കുട്ടിക്കാലത്ത് ജനിച്ച ഉടനെ 1-2 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ വിശന്നിട്ട് മുലപ്പാൽ കിട്ടാൻ വേണ്ടി കരയുന്ന സമയത്ത് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ വളരെ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്. ആ ഉമ്മ അല്ലെങ്കിൽ അമ്മ നമ്മുടെ കരച്ചിൽ കേട്ടിട്ടില്ല. ഈ ഒരു സിറ്റുവേഷൻ പോലും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഉമ്മ അല്ലെങ്കിൽ നമ്മളെ പാരൻസ് അറിയാതെ പോലും നമ്മളിൽ അത്രത്തോളം പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ലൈഫ് ഈ ഒരു ഏജ് വരെ വന്ന സമയത്ത് പഠനങ്ങൾ പറയുന്നത് ഏകദേശം ഒരു 18 വയസ്സ് വരെ ആവുന്ന സമയത്ത് തന്നെ ഏകദേശം 40,000-ലേറെ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളുള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ആനയെ ചെറിയ കയറിൽ കെട്ടിയിടുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താരതമ്യം ചെയ്യാം. വലിയ ആനകൾക്ക് ചെറിയ ചെങ്ങല പൊട്ടിക്കുക എന്നുള്ളത് വളരെ വലിയ പ്രശ്നമൊന്നുമല്ല. എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കാത്തത്? അവരെ ചെറുപ്പം മുതലേ അതിൽ തളച്ചിട്ടത് കൊണ്ടാണ്. അവർക്കൊരു ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, എന്നെക്കൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിൽ പൊട്ടിക്കാൻ ട്രൈ ചെയ്ത സമയത്ത് അവരുടെ കാലുകൾക്ക് ചെറിയ മുറി പറ്റുകയും പെയിൻ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, അതിൽ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ കാലിൽ കെട്ടിയിട്ടുള്ള, ദാറ്റ് മീൻസ് നമ്മളെ മനസ്സിൽ കെട്ടിയിട്ടുള്ള ഒരുപാട് ചെങ്ങലകളുണ്ട്. ചെറുപ്പകാലത്ത് എന്നെക്കൊണ്ട് ഇത്രേ പറ്റൂ, എൻ്റെ കൊക്ക് ഇത്ര വലുപ്പമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് എക്സാക്ട്ലി ലൈഫിൽ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന ആളുകൾ ആരും ജന്മന വലിയ കൊക്കും കൊണ്ട് ജനിച്ചവരല്ല. അത് നിങ്ങൾക്ക് ഞാനിപ്പം ഈ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പഠിക്കാൻ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ എമൗണ്ട്, അന്നത്തെ വലിയ എമൗണ്ടാണ്, അത് കണ്ടെത്തിയിട്ടുള്ള സിറ്റുവേഷൻ പറയുന്നുണ്ട്. യൂസുഫ് അലി സാറൊക്കെ വളർന്ന ഒരു സിറ്റുവേഷൻ, അദ്ദേഹത്തിന് ഡെയിലി എന്നുള്ള രീതിയിൽ മോർണിംഗും നൈറ്റും ഈവൻ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ പോലും അദ്ദേഹം വർക്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരാരും എൻ്റെ കൊക്ക് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആളുകളല്ല. അവരവരെ ഓപ്പർച്യൂണിറ്റീസ്, ദാറ്റ് മീൻസ് അവരെ കൊക്കിനെ വലുതാക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ്. അപ്പം ഇതാണ് മെയിനായിട്ട് എനിക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് ഏരിയയിൽ പറയാനുള്ളത്. ഇനി സെക്കൻഡ് ഏരിയയിൽ വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അതിൽ തന്നെ ചോദിച്ചൊരു സംഭവമുണ്ട്. അല്ലാതെ സ്വന്തം ഇഷ്ടമെല്ലാം സബ് കോൺഷ്യസ് വഴി നേടിയെടുക്കുന്നത് പിന്നെ മിക്കവാറും കടം കയറി മുടിയുമെന്നുള്ളത്. അദ്ദേഹത്തിന് തന്നെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്.
മീൻസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, എൻ്റെ കാര്യം എടുക്കുക, എനിക്കും ഫോർച്യൂണർ കാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ട. സബ് കോൺഷ്യസ് പറയുന്നു നിനക്ക് അത് സാധിക്കും. കോൺഷ്യസ് മൈൻഡ് ഈ സാഹചര്യത്തിൽ പറയുന്നു എന്ത്, ഇപ്പം അത് വേണ്ട. ബട്ട് സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നു അതിന് സാധിക്കും. എൻ്റെ മുന്നിൽ ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇരിക്കുന്ന വീടും അതുപോലെ തന്നെ സ്ഥലമൊക്കെ വിറ്റിട്ട് കാറ് വാങ്ങാന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യും, കാർ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം വേറെ അന്വേഷിക്കണം എന്നാണ് എന്ത് കമൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, നമ്മളെ കയ്യിലൊരു കത്തിയുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ കയ്യിലൊരു കത്തിയുണ്ട്. ഈ കത്തി വെച്ചിട്ട് എനിക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്താണ്, ഒന്ന് വേണമെങ്കിൽ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് ആപ്പിൾ എനിക്ക് കഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണ്, ആ കത്തി ഉപയോഗിച്ചിട്ട് എൻ്റെ ചുറ്റുമുള്ള ആളുകളെ വേണമെങ്കിൽ എനിക്ക് കുത്തി നോവിപ്പിക്കാം, അല്ലെങ്കിൽ എന്നെ തന്നെ കുത്തി നോവിപ്പിക്കാം. ഈ 2 ഓപ്ഷനും കത്തി വെച്ചിട്ടുള്ളതാണ്. ഈ കത്തി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചതിനനുസരിച്ചായിരിക്കും ഈ കത്തിയുടെ ഉപയോഗം എനിക്കുണ്ടാവുക, അല്ലേ? അതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആ കത്തിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് അതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്. സെയിം വേ നിങ്ങളെ മനസ്സിനെ കുറിച്ചിട്ട് എന്താണ് പഠിച്ചിട്ടുള്ളത്? കടം കുറേ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ലൈഫിൽ വലിയ അബദ്ധത്തിലേക്ക് എത്തിക്കുന്ന, ഒരുപാട് ഫാൾട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ഒരു മൈൻഡായിട്ടാണ് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. നിങ്ങളെ ലൈഫ് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസേ കിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ, ഇപ്പോൾ ഈ ഒരു കമൻറ്റ് വന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്യണം. അതിൻ്റെ തമ്പനയിൽ തന്നെ ഞാൻ കൊടുത്തത് നമ്മുടെ പരാജയത്തിന് പിന്നിലെ വില്ലൻ, അതായത് മെയിൻലി നമ്മളെ സബ് കോൺഷ്യസ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ അതിൽ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു പോയിട്ടുള്ളത്. ഈ ഒരു 40,000-ലേറെ ബിലീഫ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റിലേഷൻഷിപ്പിനെയും നമ്മളെ ഹെൽത്തിനെയും നമ്മളെ വെൽത്തിനെയും നമ്മളെ കരിയറിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംഭവമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എങ്കിൽ കൂടി നമ്മുടെ എല്ലാ വീഡിയോസിലും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആ പ്രശ്നത്തിനുള്ളൊരു റെമഡി എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ റെമഡിക്ക് ഞാൻ ആദ്യം ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സംഭവം എന്താണ്, ഡയമണ്ട് മൈൻഡ് ആണ്. എന്താണ് ഡയമണ്ട് മൈൻഡ്? നമ്മളെ മനസ്സിനെ കുറിച്ച് പഠിച്ച് അതിനെ ക്ലെൻസ് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് അതിൽ നല്ല ഗോൾസ് സെറ്റ് ചെയ്ത് ഇതുപോലത്തെ ലിമിറ്റിംഗ് ബിലീഫ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു 100 days പ്രോഗ്രാമാണ്. അപ്പം ഇത് നമ്മൾ ഓൺലൈനായിട്ട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാണ്, ഇതുപോലത്തെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ള ഈ ഫോർച്യൂണർ കാർ വാങ്ങാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്ന മനസ്സ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ പോകുന്ന ആളുകളെ അതിൽ നിന്ന് മാറിയിട്ട്, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സബ് കോൺഷ്യസിനൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തലയിൽ ഒരു ചാക്ക് കയറ്റിയിട്ട് നടക്കുന്നതിന് പകരം ആ ചാക്ക് ഒഴിവാക്കിയിട്ട് നടക്കുമ്പോൾ എന്താണ്, ഒന്നും കൂടി ഈസിയർ ആണ് നടക്കാൻ വേണ്ടിയിട്ട്. അതിൽ നടക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നടക്കണം, എന്നാലേ സക്സസ് ഉണ്ടാവുള്ളൂ. ബട്ട് ആ ചാക്ക് ഒഴിവാക്കിയാൽ ഒന്നും കൂടി ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ ഒരു സബ് കോൺഷ്യസ് ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങൾക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡയമണ്ട് മൈൻഡ് ആണ്. എന്തുകൊണ്ടാണ്? പ്രോപ്പർ ഗൈഡൻസോട് കൂടി നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയിട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കടം വിളിച്ചു വരുത്തുന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് കടം എന്നുള്ളൊരു എലമെന്റ് എങ്ങനെയാണ് കിടക്കുന്നത് അനുസരിച്ച് നിങ്ങളെ ലൈഫിൽ നല്ല പോലെ കടപ്പുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യം നിങ്ങൾക്ക് അതിൽ ഒരുപാട് സൊല്യൂഷൻ തരുന്നതിന് പകരം പ്രോപ്പർ ഗൈഡൻസോട് കൂടി തന്നെ നിങ്ങൾ മനസ്സിനെ കുറിച്ച് പഠിക്കണം, നിങ്ങളെ കത്തിയെ കുറിച്ചിട്ട് പഠിക്കണം. നിങ്ങളെ ഇഷ്ടത്തിന് ആ കത്തി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയാൽ സംവേർ നിങ്ങൾക്കൊരു ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആളുകളെ പോയിട്ട് കുത്തും. സംവേർ നിങ്ങൾക്കൊരു ആഗ്രഹം വരുന്ന സമയത്ത് നിങ്ങൾ കടം അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ഫോർച്യൂണർ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നതിലുപരി നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പഠിക്കുക. നിങ്ങളെ ലൈഫിലെ 90% കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന, നിങ്ങളെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് മാനേജ് ചെയ്യുന്ന, നിങ്ങളെ ബ്രീത്ത് മാനേജ് ചെയ്യുന്ന, ഇങ്ങനെ നിങ്ങളെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന, നിങ്ങളെ സറൗണ്ട്സിലെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന, ഏകദേശം 90% നിങ്ങളെ ലൈഫ് മാനേജ് ചെയ്യുന്ന ഒരാളാണ് ആര്, സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് പഠിക്കുക. എന്നിട്ട് ആ കത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പിൾ കട്ട് ചെയ്യാനും നിങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഐ തിങ്ക് ഈ കമൻ്റ് ഇട്ടിട്ടുള്ള ആൾ ഈ ഒരു വീഡിയോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം ഞാൻ ആ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം അതിൽ ക്ലാരിറ്റി കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ റിപ്ലൈ ചെയ്തത്. ആൻഡ് ഓൾസോ ഇത് കാണുന്ന മറ്റ് വാച്ചേഴ്സിനും എന്ത് ചെയ്യും, അതിലൊരുപാട് നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്തെയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്.
നാളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മെൻ്റൽ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ടുള്ള നെക്സ്റ്റ് നല്ലൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മേ ബി ഈ കമൻറ്റ് ഇട്ട ആളുകളിലേക്ക് എത്താനും ആൻഡ് ഓൾസോ കമൻറ്റ് ഇടാത്ത ആളുകളിലേക്ക് എത്താനും കൂടി വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട, മറക്കണ്ട എന്നുള്ളതാണ്. നാളെ നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് വീഡിയോ ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക്